കൊള്ളാല്ലേ? നല്ല ചപ്പാത്തി സാമ്പാർ. ഒരു സാധാരണക്കാരന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇവിടെ ഒരുപാട് പേര് വന്ന് പാർസൽ മേടിച്ചോണ്ട് പോകുന്നു. ഹലോ, നമസ്കാരം. അപ്പൊ നമ്മൾ കൊല്ലം ചിന്നക്കടയിലാണുള്ളത് കേട്ടോ. അപ്പൊ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണോ എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഗുഡ് മോർണിംഗ് കൊല്ലം എന്നൊരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ ഫുഡ് നോക്കാം. 10 രൂപയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം നമ്മുടെ കൊല്ലത്തോട്ടേക്ക് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ. അപ്പൊ നോക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. കൊല്ലത്തോടെ നിന്നപ്പോൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. കുട്ടികളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ രാവിലെ. അത് നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, 4 ചപ്പാത്തി കറി. നല്ല ഫുഡാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് കൊല്ലം കോർപ്പറേഷന്റെ ഈ പദ്ധതി നടപ്പിലാക്കിയത്. കാരണം പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും ഒരു ഉപകാരമാണ്, ജനങ്ങൾക്കും ഒരു ഉപകാരപ്പെട്ട രീതിയിലാണ് ഇത് നടപ്പിലാക്കിയത്. 7:30 തൊട്ട് 9 മണി വരെ. അടിപൊളി ഫുഡാണ്. ഞാനിപ്പം യാദൃശ്ചികമായിട്ടാണ് ഞാനിവിടെ വന്ന് കഴിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് 4 ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 10 രൂപയ്ക്ക് നല്ല ചപ്പാത്തിയും കറിയും അതുപോലെ ചായ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു സാധാരണക്കാരന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇവിടെ ഒരുപാട് പേര് വന്ന് പാർസൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരു സാധാരണക്കാരന് ഏറ്റവും നല്ലൊരിതാണ് ഇത്. കോർപ്പറേഷൻ്റെ നല്ലൊരു മികച്ച ഒരു പ്രോഗ്രാമാണ്. ഒരു ഗുഡ് ഫുഡ്. വിലക്കുറവും രുചികരമായ ആഹാരമാണ്. കോർപ്പറേഷൻ്റെ ഈ ആഹാരത്തിന് വളരെയധികം നന്ദിയോടെ അംഗീകരിക്കുന്നു. നമ്മളൊരു പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതായിരിക്കും ചിലപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഓടി വരുന്നവർക്കൊക്കെ 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമല്ലേ. സാധാരണക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നാളെ കൊല്ലം വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ.